ഹായ്. അഷ്ടവക്ര ഗീതയെപ്പറ്റി സംസാരിക്കണമെന്ന് ഒരാൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഐ ഓൾസോ ഫീൽ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അഷ്ടവക്ര ഗീത ഞാൻ പൂർണ്ണമായി വായിച്ചിട്ടില്ല. കുറച്ച് വായിച്ചപ്പോൾ തന്നെ ഐ ഗെറ്റ് ദി എസൻസ്. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായി വായിക്കാൻ വേണ്ടി മെനക്കെടാത്തത്. എൻ്റെ ലൈഫിൽ ഞാൻ തിരിച്ചറിഞ്ഞ ചില റിയലൈസേഷൻസ്, അതുപോലെ അതിൻ്റെ ആക്യുറസി എനിക്ക് ഫീൽ ചെയ്യിച്ചു തന്ന ഒരു ബുക്കാണ് ഈ അഷ്ടവക്ര ഗീത. അഷ്ടവക്ര ഗീതയെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അഷ്ടവക്രയെ പറ്റി പറയാം. ഈ അഷ്ടവക്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒബിയസ്ലി അറിയാമായിരിക്കാം. ഈ 8 വളവുകൾ ഉള്ളവൻ ആയതുകൊണ്ടാണ് അഷ്ടവക്ര എന്ന് പേരിട്ടേക്കുന്നത് ആ വ്യക്തിക്ക്. ഇതിൻ്റെ കാരണമായിട്ടൊരു പുരാണത്തിലൊരു കഥയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കഥ, ഈ അഷ്ടവക്ര അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഈ വേദങ്ങളും മറ്റുമൊക്കെ അച്ഛൻ പാരായണം ചെയ്തത് കേട്ട് പഠിച്ചിട്ടുണ്ടെന്ന്. ഒരിക്കൽ അച്ഛൻ ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് അച്ഛനോട് തെറ്റ് പറ്റുകയും അഷ്ടവക്ര ഗർഭപാത്രത്തിൽ കിടന്ന ആ തെറ്റ് അച്ഛന് തിരുത്തി പറഞ്ഞു കൊടുക്കുകയും ചെയ്തെന്നാണ് കഥ. അത് കേട്ട് ദേഷ്യം വന്ന അച്ഛൻ അഷ്ടവക്രയെ ശപിക്കുകയും ആ ശാപത്തിൻ്റെ ഫലമായിട്ട് 8 വളവുകളോടുകൂടി അഷ്ടവക്ര ജനിച്ചു എന്നാണ് പറയുന്നത്. എനിക്കാണ് ജനിച്ച അദ്ദേഹത്തിൻ്റെ 10ാമത്തെ വയസ്സിൽ അദ്ദേഹം പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ജനക മഹാരാജാവ് ഉൾപ്പെടെ ബോധോദയം നേടിയതിൻ്റെ കാരണം, അല്ലെങ്കിൽ ബോധോദയം നേടാനായിട്ടുള്ള പാത ശരിയായ രീതിയിൽ കാണിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടൊക്കെ പറയുന്ന അഷ്ടവക്രയാണ്. അഷ്ടവക്രയുടെ ഈ അഷ്ടവക്ര ഗീത നിങ്ങൾ വായിച്ച് ഒരു ബുക്കാണ്. ആ ബുക്ക് പൂർണ്ണമായി വായിച്ച് നിങ്ങൾ സമയം കളയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളത് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളല്ല ഡൂവർ. അതായത് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും ചെയ്യുന്ന ആൾ നിങ്ങളല്ല. അതെല്ലാം ആ ഒരു ദിവ്യശക്തിയുടെ എഫക്റ്റ് കൊണ്ട് തന്നെത്താനെ സംഭവിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഡൂവർ അഥവാ കർത്തൃഭാവം എന്ന് പറയുന്നത് ഒരു ഇലൂഷനാണ്. അത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രായം കൊണ്ടും സൊസൈറ്റിയിൽ നിന്നുണ്ടായ ഇമ്പാക്റ്റുകൾ കൊണ്ടും കുഞ്ഞിലേ തൊട്ട് കാണാതെ പഠിച്ച കാര്യങ്ങളും അടിച്ചേൽപ്പിച്ച കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പായിട്ടുള്ള ഈ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇമേജ് മാത്രമാണ്. അത് ഒരു ഇലൂഷനാണ്. അത് ശരിക്കും യാഥാർത്ഥ്യമല്ല. നമ്മുടെ ഉള്ളിലൊരു ഞാൻ ഇരിപ്പുണ്ട് എന്നുള്ളത് നമ്മുടെ തോന്നൽ മാത്രമാണ്. അത് എത്രത്തോളം ഡീപ്പായിരിക്കുമോ അത്രത്തോളം അത് റിയലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ദേഷ്യം ഉണ്ടാകും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവരുടെ ഉള്ളിലിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അവരാണ് ഈ ഡൂവർ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അവർ. അതിൽ നിന്ന് ചിന്ത മാറാൻ അവർക്ക് ഒട്ടും സാധിക്കുന്ന കാര്യമില്ല. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആൾക്കാരോട് നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് അവർ ഭയങ്കര അൺഈസി ആവും. അവരുടെ ആ ഒരു വൈബ്രേഷനിലുണ്ടാകുന്ന ചേഞ്ച് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഞാനല്ല ഇത് ചെയ്യുന്നത്, എൻ്റെ ജീവിതം എൻ്റെ കയ്യിലല്ല, ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് റിയലൈസ് ചെയ്യാൻ പോലും പലരും തയ്യാറേ അല്ല. കാരണം അത് അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഈ സെൽഫ് ഇമേജിനാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സെൽഫ് ഇമേജ് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നുണ്ടോ അത്തരം ആളുകൾ ആ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ആ ഇമേജ് ഫൈറ്റ് ചെയ്യും നമ്മളെ അടുത്ത്. ശരിക്കും അവരല്ല ഫൈറ്റ് ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ ഈ സെൽഫ് ഇമേജാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ മനസ്സാണ് നമ്മളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നത്. ഇനി അഷ്ടവക്രയുടെ ടീച്ചിങ് ഇത്രയേ ഉള്ളൂ: നിങ്ങളല്ല ആ ഡൂവർ. ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുകയാണ്. ഇപ്പം നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ചെടികൾ വളരുന്നു, പക്ഷികൾ പറക്കുന്നു, കാറ്റ് വീശുന്നുണ്ട്, ഒരു പൂ മുട്ടിടുന്നുണ്ട്, മുട്ട് വിരിഞ്ഞ് മനോഹരമായ പൂവായിട്ട് മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് അഷ്ടവക്ര പറയുന്നതെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം എല്ലാത്തിലും കൂടിയായിട്ട് കടന്നു പോയിരിക്കുന്ന ആ ശുദ്ധമായ ബോധമാണ്. ഒറിജിനൽ സബ്ലെറ്റിംഗ് റിയാലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നസ്, പ്യുവർ അവയർനെസ് എന്നൊക്കെ പറയും. അതാണ് ഇവിടെ എല്ലാത്തിനും ചലിപ്പിക്കുന്നത്. അല്ലാതെ ഇവരെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല. ഇതൊരു പോയിൻറ്റിംഗ് ആണ് അഷ്ടവക്രയുടെ. നമ്മുടെ ഉള്ളിലും നമ്മൾ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് അഷ്ടവക്ര പറയുന്നത്. അതായത് യു ആർ നോട്ട് ദ ഡൂവർ. എല്ലാം സ്വാഭാവികമായി സംഭവിക്കുകയാണ്. ഈ പ്രകൃതിയിൽ ഇങ്ങനെ ആ ഒരു ഓളം വെട്ടൽ, അല്ലെങ്കിൽ ഒരു വേവ് എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ്. ജനക മഹാരാജാവ് സെൽഫ് റിയലൈസ് ആയ സമയത്ത് അദ്ദേഹം അഷ്ടവക്രയോട് പറയുന്നുണ്ട്, ഞാൻ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു, ഇനി എനിക്ക് രാജ്യവും ഭരണവും ഒന്നും വേണ്ട, എനിക്കിനി ഞാനായിരുന്നാൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അഷ്ടവക്ര പറയുന്നത് എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഇനിയാണ് നീ ശരിക്കും രാജാവേണ്ടത്. കാരണം ധർമ്മം അല്ലെങ്കിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവൻ അവൻ്റെ കർമ്മം ചെയ്തിരിക്കണം. കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള വഴിയല്ല ഇത്.
ആ കർമ്മം സ്വാഭാവികമായി സംഭവിച്ചോളും. നീയാണ് ചെയ്യുന്നതെന്നുള്ള ഭാവമില്ലാതെ നീ അവിടെ ഇരുന്നാൽ മതി. അങ്ങനെയാണ് ജനക മഹാരാജാവ് പുരാണത്തിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും നന്മയുള്ള മഹാരാജാവായി മാറിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് തീ പിടിച്ച സമയത്ത് അദ്ദേഹം പുറത്തു നിന്ന് ആ കൊട്ടാരം കത്തിപ്പിടിച്ച് പോകുന്നത് കണ്ട് ചിരിച്ചതായിട്ട് കഥ പറയുന്നുണ്ട്. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. കാരണം ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുകയാണെന്ന്. അറ്റാച്ച്മെൻ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു സെൽഫ് ഇമേജ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിലാണ് ഒരു സാധനം, ഒരു വസ്തു കാണുമ്പോൾ ഇതെൻ്റെതാണ് എന്നെനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനില്ലെങ്കിൽ അതെങ്ങനെ എൻ്റേതാകും? അതെൻ്റേതാണെന്ന് അവകാശപ്പെടാനോ അതിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനോ വ്യക്തിയില്ല. വ്യക്തി ഇല്ലാതിരിക്കുമ്പോൾ അവിടെ അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല. അത് തന്നെയാണ് ജനക മഹാരാജാവിൻ്റെയൊക്കെ വിജയമായിരുന്നു. അദ്ദേഹത്തിന് ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കൂ. നിങ്ങളുടെ ജോലി ചെയ്യാതെ ഏതെങ്കിലും കാട്ടിൽ പോയി ഇരിക്കാനല്ല പറയുന്നത്, അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് പോയി ഇരിക്കാനല്ല പറയുന്നത്. നമുക്ക് നമ്മുടെ കർമ്മം അതാണെങ്കിൽ അത് നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. കർമ്മം അതാണെങ്കിൽ അത് സ്വാഭാവികമായി സംഭവിക്കും. നമ്മൾ ഞാനിപ്പോൾ പോയി ആ ഗുഹയ്ക്കകത്ത് ഇരിക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് വിൽ ഹാപ്പൻ ഓൺ ഇറ്റ്സ് ഓൺ. അത് മനസ്സിലാക്കുക. ഇനി അഷ്ടവക്രയെ പറ്റി പറയുമ്പോൾ അഷ്ടവക്ര ഒരു സോഴ്സ് ഓഫ് എനർജി ആണെന്നുള്ള കാര്യം, അത് അതിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അവയർനെസ്സിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് ഇത്രയും 1000 വർഷങ്ങൾ കഴിഞ്ഞു പോയതിനു ശേഷം നമ്മൾ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നത്. അദ്ദേഹം റിയലൈസ് ചെയ്ത് തരുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം എത്ര വളഞ്ഞതായാലും പുളഞ്ഞതായാലും എന്തൊക്കെ അംഗവൈകല്യം നമുക്കുണ്ടെങ്കിലും നമ്മുടെ എസൻസിന് ചേഞ്ച് ഇല്ല. എസൻസ് എന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണ്, നമ്മുടെ ഉള്ളിലെ സെൽഫ് ഇമേജ് അല്ല. ശുദ്ധമായ ബോധം നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, എല്ലാത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ശുദ്ധമായ ബോധം അങ്ങനെ തന്നെ നിലനിൽക്കും. നിങ്ങൾക്ക് എന്ത് വൈകല്യം ഉണ്ടായാലും, നിങ്ങളുടെ രൂപത്തിന് എന്ത് പ്രശ്നം ഉണ്ടായാലും, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി, പ്യുവർ കോൺഷ്യസ്നെസ്സിന് യാതൊരു ചേഞ്ചും ഇല്ല. അത് നിങ്ങളുടെ ശരീരം ഏതവസ്ഥയിലാണെങ്കിലും അതിൽ പ്യുവറായിട്ട് മനോഹരമായിട്ട് അതിൻ്റെ പീക്കിൽ മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അഷ്ടവക്ര. അഷ്ടവക്രയുടെ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് പീക്കിലായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഭഗവത്ഗീത മുഴുവനായി വായിച്ചിട്ടുള്ള ആളാണ്. അഷ്ടവക്ര ഗീത ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. ഭഗവത്ഗീത മുഴുവൻ വായിച്ചു കഴിഞ്ഞ് പിന്നെയും കാലങ്ങളെടുത്തു അതിൻ്റെ എസൻസ് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി. പക്ഷേ അഷ്ടവക്ര ഗീത മുഴുവൻ വായിക്കാതെ തന്നെ അതിൻ്റെ എസൻസ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഒരു ബുക്കിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഉപദേശത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. ഇത് അഷ്ടവക്രയും പറഞ്ഞിട്ടുണ്ട്, നീ എന്തെല്ലാം വേദങ്ങളും പുരാണങ്ങളും കാണാതെ പഠിച്ചുകൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല. യാഥാർത്ഥ്യം നിൻ്റെ ഉള്ളിലുണ്ട്. നിൻ്റെ ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. നീ ഒരു അക്ഷരം പഠിക്കണം, നീ എഴുതാനും വായിക്കാനും പോലും പഠിക്കേണ്ട, ഒരു വാക്ക് നീ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് സത്യം അറിയാൻ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നിൻ്റെ ഉള്ളിലുള്ള സത്യത്തിൽ വെറുതെ ഒന്ന് നോക്കിയാൽ മതി എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അതിനാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയേക്കാൾ കൂടുതൽ എന്നെ ഇമ്പാക്ട് ചെയ്ത ബുക്ക് അഷ്ടവക്ര ഗീതയാണെന്ന് ഞാൻ പറയും. കാരണം ഏറ്റവും ഫാസ്റ്റായിട്ട് റിയാലിറ്റിയിലോട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്ന ഒരു ബുക്കായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉപദേശമായതുകൊണ്ട്. അതായത് യു ആർ ദ പ്യുവർ അവയർനെസ്, നിങ്ങൾ ആ പ്യുവറായിട്ടുള്ള അവയർനെസ് ആണ്. അത്രേ ഉള്ളൂ അഷ്ടവക്രയുടെ ഉപദേശം. അതിലിങ്ങനെ ഒലിച്ച് നീട്ടേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ ഇതേ കാര്യത്തെപ്പറ്റി, അവയർനെസ്സിനെ പറ്റി, ബോധത്തെപ്പറ്റി ഈ വീഡിയോയിൽ തന്നെ എനിക്കൊരു 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ സംസാരിക്കാൻ പറ്റും. പക്ഷെ ഞാൻ എത്ര സംസാരിച്ചാലും നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. ഇഫ് യു വാണ്ട് ടു റിയലൈസ് ദ സെൽഫ്, യു ഹാവ് ടു ലുക്ക് ഇൻസൈഡ് യു. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ കർത്തൃഭാവത്തിനെ അലിയിച്ച് ആ ഒരു ശുദ്ധ ബോധത്തിൽ മിക്സ് ചെയ്താൽ മാത്രമേ സ്വസ്ഥമായി ഇരിക്കാനും സമാധാനത്തോടു കൂടി ജീവിക്കാനും യാഥാർത്ഥ്യമായി ഇരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഈ സെൽഫ് റിയലൈസേഷൻ പലരും ചെയ്യുന്നത് എന്തിൽ നിന്നെങ്കിലും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പം കർമ്മം ചില രീതിയിൽ അങ്ങോട്ടും അൾട്ടർ ചെയ്യാൻ സാധിച്ചെന്നിരിക്കാം. അങ്ങനെ ഒരിക്കൽ അൾട്ടർ ചെയ്താൽ അതിനേക്കാളും വലിയ മറുപടി പിന്നീട് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മം എന്തായാലും ചെയ്താലേ പറ്റൂ. പിന്നെ സെൽഫ് റിയലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മം നിങ്ങളെ ബാധിക്കാതിരിക്കും, നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ സാധിക്കും. ഒരു ഹാഫ് റിയലൈസേഷൻ കിട്ടിയ ആളുകൾ ചിലപ്പോൾ അവരുടെ കർമ്മം തിരിച്ച് ഈ ഒരു ഈഗോയിലോട്ട് വലിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയും സംഭവിക്കാറുണ്ട്. അങ്ങനെ രമണ മഹർഷി പറഞ്ഞതായിട്ടൊരു ഓർമ്മ എനിക്കുണ്ട്. അതായത് പൂർണ്ണമായ റിയലൈസേഷൻ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു, പക്ഷേ എന്നിട്ട് നമ്മുടെ ആക്ടിവിറ്റി ഈഗോ സെൻട്രിക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ സെൽഫ് റിയലൈസേഷനിൽ നിന്ന് തിരിച്ച് താഴേക്ക് ആ ഇലൂഷനിലോട്ട് ട്രാപ്പായി പോകാനുള്ള സാധ്യത ഉണ്ടായതായിട്ട് രമണ മഹർഷിനെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്.
സോ അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അഷ്ടവക്ര ഗീത വായിക്കാൻ സാധിക്കുന്നവരെല്ലാവരും വായിക്കൂ. സംസ്കൃതത്തിൽ വായിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം സംസ്കൃതം അറിയാവുന്നവർക്ക് സംസ്കൃതത്തിൽ വായിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എല്ലാം ട്രാൻസ്ലേഷൻസ് ആണ് വരുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ റിട്ടേൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് സംസ്കൃതം തന്നെയാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻസ് വായിക്കുന്നതിനേക്കാൾ നല്ലത് അഷ്ടവക്ര ഗീത ഒറിജിനൽ വായിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് സംസ്കൃതം അറിയണം. അതിന് സംസ്കൃതം നിങ്ങൾ പഠിക്കൂ. അതല്ലാതെ ഞാൻ ഇപ്പം എന്ത് പറയാനാണ്. ഐ ഹോപ്പ് മലയാളം ട്രാൻസ്ലേഷനൊക്കെ ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ നിലവാരം അനുസരിച്ച് ട്രാൻസ്ലേഷനിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബട്ട് ഇത് തന്നെയാണ് അതിൻ്റെ എസൻസ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളത് എത്ര തവണ വായിച്ചാലും എത്ര തവണ കാണാതെ പഠിച്ചാലും എല്ലാം അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് യു ആർ നോട്ട് ദ ഡൂവർ, യു ആർ ദി പ്യുവർ അവെയർനെസ്. അത്രേ ഉള്ളൂ. താങ്ക് യു.